കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മൾക്ക് പുതിയ ക്രിയേറ്റേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. വളരെ വേഗം വാച്ച് അവേഴ്സ് കയറ്റാനുള്ള മികച്ച കുറച്ച് ടിപ്സാണ് ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. ചാനൽ ആദ്യം കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ ഇന്നും ഞാൻ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പണ്ട് ഈ രാവിലെ 9 മണിക്ക് സ്ഥിരമായിട്ട് ചെയ്തിരുന്നത് പോലെ ഇപ്പോൾ അത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിലും കഴിയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ വന്നിട്ട് 1000 സബ് 4000 വാച്ച് അവേഴ്സും കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതിൽ 1000 സബ് വേഗത്തിലാവുമെങ്കിൽ ഈ 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കടമ്പ തന്നെയാണ്. അപ്പോൾ വാച്ച് അവർ കൂടാനായിട്ട് 1-2 ടിപ്സ് എന്താ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് നോക്കാം. അതായത് പുതിയൊരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വീഡിയോ ആദ്യമേ ചെയ്ത് വ്യൂസൊക്കെ ഒരുപാട് വരാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. നമ്മളെല്ലാവരും സ്വീറ്റായിട്ടും ഷോർട്ടായിട്ടുമുള്ള വീഡിയോസ് കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നവരാണ്. പക്ഷേ യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നും ചെറുതായിട്ട് കുറച്ചൊരു ലോങ് വീഡിയോസ് പ്രൊമോട്ട് ചെയ്യുന്നൊരു പ്രവണതയാണ് കണ്ടിട്ടുള്ളത്. മാത്രമല്ല ചെറിയ വീഡിയോസൊക്കെ നിങ്ങൾ ഇടുമ്പോൾ വ്യൂസ് കിട്ടും, പക്ഷേ നമ്മൾ വാച്ച് അവേഴ്സ് അതുവഴി വളരെ കുറവായിട്ടേ കിട്ടുകയുള്ളൂ. കാരണം വ്യൂസിൽ മോണിറ്റൈസേഷന് പ്രസക്തിയില്ല. അത് മോണിറ്റൈസേഷൻ ചെയ്തതിന് ശേഷമാണ് വ്യൂസിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുന്നത്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് എന്താണ്? വാച്ച് അവേഴ്സ് അല്ലേ. അപ്പോൾ അത് കൂടണമെങ്കിൽ കുറച്ചെങ്കിലും ഒരു ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ, അതായത് ഒരു 10 മിനിറ്റോ ഒരു 8 മിനിറ്റോ, അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ നിങ്ങൾ ഡ്യൂറേഷൻ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 50% ആവറേജ് വ്യൂ ഡ്യൂറേഷനൊക്കെ കിട്ടും. ഇങ്ങനെ ആയാൽ വീഡിയോസ് വന്നിട്ട് യൂട്യൂബ് കൂടുതലും പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ സാധാരണ നിങ്ങൾ 5-6 മിനിറ്റ് വീഡിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരാൾ ഒരു 2-3 മിനിറ്റൊക്കെ കണ്ടാൽ തന്നെയും നിങ്ങൾക്ക് 85% വരെ ഒരു ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കിട്ടും. പക്ഷേ യൂട്യൂബ് സാധാരണ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടെ നോക്കിയിട്ട് ഏറ്റവും ലെങ്തി ആയിട്ടുള്ള വീഡിയോ 50% മേലെ വാച്ച് ടൈമോ ആവറേജ് വ്യൂ ഡ്യൂറേഷനോ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് യൂട്യൂബ് ആ വീഡിയോ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ യൂട്യൂബിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സ് ഷെയർ ചെയ്ത ഒരു വിലപ്പെട്ട ഇൻഫർമേഷനാണിത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലെങ്ത്തുള്ള വീഡിയോസൊക്കെ കൊടുക്കുക. പിന്നെ ലെങ്ത്ത് നീട്ടാനായിട്ട് വലിച്ച് നീട്ടി തട്ടിക്കൂട്ടിയിട്ടൊക്കെ മനുഷ്യരെ ബോറടിപ്പിക്കുന്ന രീതിയിലൊന്നും ചെയ്യാനായിട്ട് പാടില്ല. കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാകേണ്ട രീതിയിൽ എങ്ങനെ വ്യക്തമായിട്ട് പറയണോ അതുപോലെ അവതരിപ്പിക്കുക ആ ടൈം ലിമിറ്റിനകത്ത്. അപ്പോൾ 5 മിനിറ്റ് വീഡിയോ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ കാര്യങ്ങൾ 5 മിനിറ്റിൽ പ്രസൻറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ അത് 10 മിനിറ്റൊക്കെ നീട്ടിയിട്ട് ആക്കാനായിട്ട് ശ്രമിച്ചാൽ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, സ്വീകരിച്ചൊന്നും വരില്ല. ഫുള്ളായിട്ട് കണ്ടൻറ്റ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി ടിപ്സ് വേറൊരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് വീഡിയോസ് കാണാത്ത ഫാമിലി മെമ്പേഴ്സൊക്കെ വീഡിയോസ് റെഗുലറായിട്ട് കാണുക. തുടർന്നും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് തുടർന്ന് മുമ്പോട്ട് നീങ്ങുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.